നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 27 വ്യാഴാഴ്ചയാണ്. ഭഗവാൻ വിഷ്ണുമായും വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. വ്യാഴം ചന്ദ്രനുമായി കേന്ദ്രസ്ഥാനത്ത് അനുകൂലമായ സ്ഥിതിയിൽ വന്നെത്തുന്നതാണ്. കൂടാതെ ഫാൽഗുണ മാസത്തിലെ അമാവാസി ദിനം കൂടിയായ ഇന്ന് കുംഭരാശിയിൽ സൂര്യൻ, ബുധൻ, ശനി എന്നിവരോടൊപ്പം ചതുർഗ്രഹയോഗവും ഉണ്ടാകുന്നതാണ്. ചന്ദ്രന്റെ രാശിമാറ്റത്തിലൂടെ ശിവസിദ്ധി യോഗവും മറ്റ് അനുകൂലമായ യോഗങ്ങളും കടന്നു വരും. അതിനാൽ ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അവരുടെ പരിശ്രമങ്ങളിൽ വിജയവും ലാഭത്തിനുള്ള അവസരങ്ങളും മറ്റ് നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. കൂടാതെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഇവരെ തേടിയെത്തുന്നു എന്നതാണ് വാസ്തവം. തന്മൂലം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളുമാണ് ഇവർക്ക് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാവുകയും വരും ദിവസങ്ങളിൽ അത് തുടരുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളായി മാറുകയും ചെയ്യാം. ആ ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഏവരും ഭഗവാനെ, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങൾ, തന്ത്രങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതാണ്. ദീർഘമായ നിക്ഷേപങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെ കാലമായി ലഭിക്കാനുണ്ടായിരുന്നതായ ധനമാകാം, അല്ലെങ്കിൽ വരുമാന വർധനാവിനാലാകാം. പല കാര്യങ്ങളിലൂടെയും പണം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ ചില വാർത്തകൾ, മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായ ചില വാർത്തകൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുവാൻ, വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായി തന്നെ മാറും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല മേഖലകളിലൂടെയും ധനം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പ്രധാനമായും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ സൗഭാഗ്യവും നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾക്ക് ലഭിക്കുന്നതുമായ ചില അംഗീകാരങ്ങൾ, പിന്തുണ നിങ്ങൾക്കും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ബിസിനസ് പരമായി പ്രത്യേകമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മുൻപ് ചെയ്തതായ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. മുൻപ് ചെയ്തതായ ചില കാര്യങ്ങളും എന്നാൽ ആ സമയം നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാതെ പോയതുമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി ആഗ്രഹിക്കുകയും എന്നാൽ ആ ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ
ജോലി ലഭിക്കുകയും ചെയ്യുന്നതായ ആ നക്ഷത്രക്കാരും ജോലിക്കായി ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ ആ ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്യും. അത്തരത്തിലുള്ള നക്ഷത്രമാണ് നിങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാം. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, സാമ്പത്തികപരമായ ലാഭം, പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വളരെ കാലമായി നിങ്ങൾ ശ്രമിക്കുന്നതായ ചില ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. പല വഴികളിലൂടെയും ധനം കണ്ടെത്തുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്. കടം വീണ്ടും വീണ്ടും വാങ്ങേണ്ടതായ സാഹചര്യം. എന്നാൽ അതിൽ നിന്നും ഒരു പരിധി വരെ മോചനമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതീക്ഷിക്കാത്തതായ സാഹചര്യങ്ങൾ കടന്നു വരാം. പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മുതിർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പിന്തുണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സർക്കാർ മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സഹകരണം പ്രതീക്ഷിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ബന്ധം ശരിയായ രീതിയിൽ നിലനിർത്തുവാൻ സാധിക്കും. വിധിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. പലപ്പോഴും പിന്തുണക്കുറവ് നിങ്ങൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുകയും മംഗളകാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് പ്രധാനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. അത് പരിഹരിക്കുവാൻ സാധിക്കും. ചില വ്യക്തികളെ പരിപൂർണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാകാം. അപ്രതീക്ഷിതമായി തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പൊതുവിൽ നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.